every hour. തിരുവനന്തപുരം കോർപ്പറേഷൻ രാഷ്ട്രീയത്തിൽ പുതിയ വിവാദങ്ങൾക്ക് തുടക്കം. പുതിയ മേയർ വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിനു പിന്നാലെ മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരായ ആദ്യ ഔദ്യോഗിക പരാതിയും കിട്ടി. ഇത് മേയർ നിയമോപദേശത്തിന് വിട്ടു. മെഡിക്കൽ കോളേജ് വാർഡിലെ മുൻ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ ശ്രീകാര്യം GS ശ്രീകുമാറാണ് പുതിയ മേയർക്ക് പരാതി നൽകിയത്. അഴിമതി വിരുദ്ധ പോരാളി എന്ന നിലയിൽ അറിയപ്പെടുന്ന GS ശ്രീകുമാർ നേരത്തെയും CPM നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണത്തിനെതിരെ നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കോർപ്പറേഷനിൽ നടന്ന മുഴുവൻ അഴിമതികളും അന്വേഷിക്കണമെന്നും അഴിമതിക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്നുമാണ് ആവശ്യം. വിജിലൻസ് കേസെടുക്കാത്ത പക്ഷം കോടതിയെ സമീപിക്കുമെന്നും GS ശ്രീകുമാർ വ്യക്തമാക്കി. മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ കാലത്തെ കത്ത് വിവാദം ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ ഇതുവരെ കൃത്യമായ അന്വേഷണം നടന്നില്ലെന്നും ആരോപണം. താൽക്കാലിക നിയമനങ്ങളിൽ പാർട്ടിക്കാരെ ഉൾപ്പെടുത്താൻ ഔദ്യോഗിക ലെറ്റർ പാഡിൽ കത്തയച്ചുവെന്നാണ് പ്രധാന ആരോപണം. കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചെടുത്ത പശ്ചാത്തലത്തിൽ മുൻ ഭരണസമിതിക്കെതിരായ ഈ നിയമ പോരാട്ടം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ അഴിമതികൾ പ്രധാന ചർച്ചാ വിഷയമാക്കാനാണ് നീക്കം. തിരുവനന്തപുരം നഗരഭരണത്തിലെ അഴിമതി ആരോപണങ്ങൾ ഇനി നിയമപരവും രാഷ്ട്രീയപരവുമായി കടുത്ത പോരാട്ടത്തിലേക്ക്. വികസന രാഷ്ട്രീയത്തിനൊപ്പം സുതാര്യതയും ഉത്തരവാദിത്വം ചർച്ചയാകുന്ന ദിവസങ്ങളാണ് മുന്നിൽ. ആര്യ രാജേന്ദ്രൻ കുടുങ്ങുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം.